ഏതാണ്ട് 22 മാസമായി തുടരുന്ന യുദ്ധം തീരാനുള്ള സാധ്യത കാണുന്നുണ്ട്. പക്ഷെ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. കാരണം ഹമാസ് കഴിഞ്ഞ മണിക്കൂറുകളിൽ വെടിനിർത്തലിന് 60 ദിവസത്തെ വെടിനിർത്തലിന് സമ്മതിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ വന്നു. പ്രത്യേകിച്ച് ഇതിൽ മധ്യസ്ഥരായിട്ട് നിൽക്കുന്ന ഈജിപ്തും ഖത്തറും അത് സംബന്ധിച്ചുള്ള വാർത്തകൾ പുറത്തു വിട്ടിട്ടുണ്ട്. ഖത്തർ പ്രധാനമന്ത്രിയും ഈജിപ്ഷ്യൻ പ്രസിഡന്റും ഇത് സംബന്ധിച്ചുള്ള സൂചനകൾ നൽകുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ പന്ത് ഇസ്രായേലിൻ്റെ കോർട്ടിലാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അവിടുത്തെ ഭരണകൂടവും തീരുമാനിക്കണം. അപ്പോൾ അതിലവർ പറയുന്നത് 2 ഘട്ടമായിട്ട് ഇസ്രായേലി ബന്ദികളെ വിട്ടയക്കാം. 50ഓളം പേര് ഇസ്രായേലി ബന്ദികൾ ഇപ്പോഴും ഹമാസിൻ്റെ കൈവശമുണ്ട്. അതിൽ 20 പേര് ജീവിച്ചിരിപ്പുള്ളൂ. ബാക്കി 30 പേർ കൊല്ലപ്പെട്ട് അല്ലെങ്കിൽ മരണമടഞ്ഞു എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞു. 20 പേരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇന്നലെ 10 ലക്ഷം ഇസ്രായേലികൾ വലിയ പ്രതിഷേധ പ്രകടനമായിട്ട് ഇറങ്ങിയത്. അത് ഇസ്രായേലിനെയും ഹമാസിനെയും ഒരുപോലെ ചിന്തിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു വെടിനിർത്തൽ ഉണ്ടായാൽ രക്ഷയുണ്ട്. ഇസ്രായേലിൻ്റെ പിന്തുണ ഈ വെടിനിർത്തലിന് അവിടുത്തെ ജനതയുടെ ഉണ്ട്. അത് തന്നെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് മേലുള്ള ഏറ്റവും വലിയ സമ്മർദ്ദം. ഹമാസിൻ്റെ മേലും അവിടുത്തെ ഗസയിൽ ജനങ്ങളിങ്ങനെ മരിച്ചു വീഴുകയാണ്. ഇയാമ്പാറ്റ് കണക്കെ മരിച്ചു വീഴുകയാണ്. കുഞ്ഞുങ്ങൾ ഇപ്പോൾ തന്നെ കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളുടെ കണക്ക് 18,000-ൽ കൂടുതലാണ്. മൊത്തം 60,000. ഇന്ന് 60,004 പേർ ആയിട്ട്. അപ്പോൾ 60,000-ൽ എത്തുന്നു. ഇന്നും 30-ലേറെ പലസ്തീനികൾ കൊല്ലപ്പെട്ടു. അതിനിടയിലാണ് ഈ ഹമാസിൻ്റെ ഈ ഇത് അംഗീകരിച്ചതായിട്ടുള്ള വാർത്തകൾ ഒരു തരത്തിൽ ആശ്വാസം പകരുന്നു. പക്ഷേ ഇസ്രായേലിൽ ആണ് ഫൈനൽ തീരുമാനമെടുക്കേണ്ടത്. അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇനിയും വരാനിരിക്കുകയാണ്. ഇത് സംബന്ധിച്ചുള്ള അതിനിടയിൽ വലിയൊരു ഭീഷണി വന്നിട്ടുണ്ട് ഹാഷ്മി. ആ വന്നിരിക്കുന്ന ഭീഷണി എന്ന് പറയുന്നത് ഇറാൻ്റെ ഭാഗത്തു നിന്നാണ്. ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമനായിയുടെ ഏറ്റവും വലിയ ഉപദേശകനായിട്ടുള്ള റവല്യൂഷണറി ഗാർഡ്സിൻ്റെ മുൻ കമാൻഡർ രംഗത്ത് വന്നിരിക്കുന്നത്. വെടിനിർത്തൽ ആയി എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഇറാനും ഇസ്രായേലും അമേരിക്കയും തമ്മിൽ ഇപ്പോൾ നടക്കുന്നത് വെടിനിർത്തലല്ല, ഒരു സ്റ്റോപ്പ് മാത്രമാണ്. കാരണം ഇപ്പോഴും ഇസ്രായേലും അമേരിക്കയും തമ്മിൽ ഒരു തരത്തിലും ഒരു തീരുമാനമായിട്ടില്ല. ഞങ്ങൾ വീണ്ടും ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. വേണ്ടി വന്നാൽ ഇനിയും യുദ്ധങ്ങൾ വേണ്ടി വന്നേക്കാമെന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ഒരുപക്ഷെ ഗസയുടെയും കൂടി പശ്ചാത്തലത്തിലായിരിക്കും. കാരണം ഹമാസിന് ഏറ്റവും വലിയ പിന്തുണ നൽകുന്നത് ഇറാനാണ്. അപ്പോൾ അതിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിൽ വേണം ഇതിനെ കാണാനായി. പക്ഷെ എന്തായാലും ഇസ്രായേൽ സമ്മതിച്ചാൽ ഒരുപക്ഷെ 60 ദിവസത്തെ വെടിനിർത്തൽ ഇന്നോ നാളെയോ ഉണ്ടാവാൻ സാധ്യതയുണ്ട്.